അസ്സലാമലൈക്കും. അനുവാ പിന്നെ ഞങ്ങൾ ഇന്നാളെ തീരുമാനം ഉണ്ടാക്കിയിരുന്നു. ഇപ്പൊ പെണ്ണിനെ കൂട്ടി കൊണ്ടുപോകണം. ആലിമുട്ടിയൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നതിന് തീരുമാനത്തിൽ എത്ര എന്താ പെണ്ണൊന്ന് കൊണ്ടുപോകണം. അതിന് അന്നെ പറ്റി കുറെ പരാതിയും പ്രശ്നങ്ങളൊക്കെ പിന്നെ ഞാൻ അറിഞ്ഞു. അതൊക്കെ പോട്ടെ, അതൊന്ന് വിഷയമാക്കണ്ടെങ്കിൽ ഇന്നാ പെണ്ണിനെ കൂട്ടി കൊണ്ടുപോവുക, നല്ലവർക്ക് ജീവിച്ചു പോവുക. അല്ലെങ്കിൽ നിന്റെ കോലം മാറും. നിന്നെ വെറുതെ നിൽക്കുന്ന അർത്ഥം നിന്റെ സ്വഭാവം മാറും. കാര്യം ഞാൻ പറഞ്ഞുതരാം. അതിപ്പോ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പൊ അവനോട് വിളിച്ചേട്ടല്ലേ, ഓൻ ഇവിടെ ഹോസ്പിറ്റലിലാണ്, അവിടെയാണ് ഇവിടെയാണ് ഇറങ്ങാണ്ട് ഒഴിഞ്ഞു മാറല്ലേ. ഇതിനെ തീരുമാനം വേണ്ട നമുക്ക്. അതിനാണ് ഇപ്പൊ നല്ലൊരു വിളിച്ചെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞിട്ട് ഞാൻ ഒഴിഞ്ഞു മാറിയതൊന്നുമല്ല, ഞാൻ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഒഴിഞ്ഞു മാറിയതാണെങ്കിൽ ഇപ്പൊ ഇന്ന് എനിക്ക് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പൊ എന്താ വെച്ചാൽ അതിനനുസരിച്ച് ഇൻഷാ അല്ലാഹ് ചെയ്യാം. പിന്നെ വേറുള്ള കാര്യം എന്താ വെച്ചാൽ എനിക്ക് അതിനെ പറ്റി കറക്റ്റ് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാൻ എനിക്കും ഉണ്ട്. അതും നിങ്ങൾ കേൾക്കണം. അനക്ക് പറയാനുള്ളത് കൊണ്ട് പറയച്ചെന്നാല് എന്നാ കേക്കട്ടെ. ഞാൻ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാല്, എന്താ ഇപ്പൊ എന്റെ അമ്മോസൻ, ഇതിപ്പോ എന്റെ അമ്മോസനാണ്, എന്താണ് ഇവര് നിങ്ങളോട് പറഞ്ഞേക്കണേ, എന്താ ഏതാന്നൊന്നും എനിക്കറിയില്ല. പിന്നെ അതിനെ പറ്റിയിട്ടൊന്നും ഒരു ഐഡിയ ഇല്ല. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ വിളിച്ച കാര്യം പറഞ്ഞാൽ അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടാണെന്ന്. ഇപ്പൊ നിങ്ങൾ വിളിച്ചു, ഞാൻ വന്നു, അമ്മോസ ധരിക്കണേ, എന്താണ് അതില്, എന്താ ഞാൻ ചെയ്യേണ്ടത്, നിങ്ങളേനെ പറയും. നിങ്ങളേനെ പറയും. മാനോ, ആലമുട്ടിയാക്കാന്റെ മകളെ എനിക്ക് കൊണ്ടോണിയിൽ വല്ല എന്തെങ്കിലും എനിക്ക് പ്രശ്നം ഉണ്ടായില്ലേ, അത് ആദ്യം പറ. പിന്നെ അയാൾ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഞാൻ എനിക്ക് പറഞ്ഞുതരാം. ഒന്നാമത്തെ മകളെ പണ്ട കംപ്ലീറ്റ് വിറ്റിക്കണെന്നാ പറയുന്നത്. അന്നെ വിശ്വസിച്ചിട്ടാണ് ആ മോളെ അന്നെ ഏൽപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മുഴുവൻ വിറ്റുകാണ്ട് തോൽക്കാൻ പാടുണ്ടോ? അതെ, പണ്ട് 20 10 അവനാന്റെ പെണ്ണുങ്ങളാണെങ്കിൽ അവനാന്റെ പെണ്ണുങ്ങളെ പണ്ടം അത് എടുക്കലും വെക്കലും അവനാന്റെ കാര്യത്തിലും ഉപയോഗിക്കലൊക്കെ കാര്യങ്ങളാണ്. നമ്മളെ ബുദ്ധിമുട്ട് നിങ്ങൾ ആലോചിച്ച്. അപ്പൊ നമ്മളെ ബുദ്ധിമുട്ടിന് നമ്മളത് കൈകാര്യം ചെയ്തു. ഞാനൊരു ബിസിനസ് സംബന്ധമായ കാര്യത്തിന് അത് എടുത്ത സത്യമാണ്. ഇനിയിപ്പോ അത് പിന്നെ ഇതാക്കാൻ നിൽക്കണം, അത് ശരിയാണ്. അത് സത്യത്തിൽ അത് നടന്നീല, എന്റെ പൈസ പോയി. പണ്ടപ്പോയി ഓൻ വിറ്റാലും വിറ്റില്ലെങ്കിലും ഞമ്മക്കൊരു പ്രശ്നമില്ല. ഞമ്മൾക്ക് ആവശ്യം ഇപ്പൊ ഓളെ കൂട്ടിക്കൊണ്ടുപോകുക, ഒരു നല്ല മട്ടത്തിൽ പരിയിൽ ജീവിക്കട്ടെ, അതാണ് നമ്മളെ ആവശ്യം. ഒരു രണ്ടാളും കൂടി ഒരു പരിയിൽ മനസ്സമാധാനത്തോടു കൂടി ജീവിക്കണം. നമ്മള് കാലാകാലം ഉണ്ടാവില്ല. ഇതെനിക്ക് പറയാനുള്ളൂ. ഹാജരാക്കാം. ഞാൻ പറയാൻ എല്ലാ കുടുംബത്തിലും ഉണ്ട് ചെറിയ ചെറിയ പൊട്ടലും ചീറ്റലും. ഇത് ഇങ്ങനെ ഊതി വീർപ്പിച്ചുകാണ്ട് ഇത് കൊണ്ടടക്കലല്ല, ഇതൊരു അധീനത്തെ എത്തിച്ച, അതല്ല നമ്മളെല്ലാരും ആവശ്യം. ഈ കാക്കാന്റെ മോളെ അന്ന് അവിടെ ഗേറ്റിങ്ങ കൊണ്ട വിട്ടുകാണ്ട് ഈ ആ പോക്കാണ് പോയതാണെന്നാണ് ഈ കാക്ക പറഞ്ഞത്. പിന്നെ ഇതിന് തീരുമാനം വേണ്ട നമുക്ക്. നമ്മളെ കുട്ടീനെ കൂട്ടിക്കൊണ്ടുപോകണം. ഒരു മനസ്സമാധാനത്തോടു കൂടി ജീവിക്കണം, അതാണ് നമ്മളെ ആവശ്യം.